വെൽക്കം വ്യൂവേഴ്സ്, വെൽക്കം ടു ടുഡേസ് ഷോ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്, ഒരു പ്രവാസി മലയാളിയാണ്. ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ 30ഓളം കാൻഡിഡേറ്റ്സിന് കൂടെ മത്സരിച്ച് എലക്റ്റായി വന്ന ആദ്യത്തെ മലയാളി എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന കാര്യമാണ്. അതിനപ്പുറം തന്നെ 10,000-ഓളം നഴ്സുമാർ ചേർത്ത് പിടിച്ച് അവരെ കരിയർ തന്നെ മാറ്റിമറിക്കുകയും ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ കൂടെയുള്ളത് ശ്രീ ജിജോ ജോൺ ആണ്. വെൽക്കം ടു ദ ഷോ സർ. Thank you so much for inviting to the show. ഓക്കെ സർ, എനിക്ക് സാറിന്റെ ബാല്യകാലം മുതൽ ഇതുവരെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകർ അതിനു വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അറിയാനുള്ളത്, ഈ പനവേലി പോലൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ന്യൂസിലൻഡ് വരെയുള്ള യാത്രയിൽ പല രീതിയിലുള്ള എന്താ പറയുക ഹാർഡ്ഷിപ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളെ പോലെ സാറും ആ ഒരു സമയത്ത് ഒരു ബോംബെ, ഗൾഫ്, അമേരിക്ക, കാരണം ന്യൂസിലൻഡ് ആ ഒരു സമയത്ത് അത്രത്തോളം ഫേമസ് ആയിരുന്നില്ല. അപ്പൊ ഈ ബോംബെയും ഗൾഫും അമേരിക്കയൊക്കെ ആയിരുന്നു അന്നും സാറിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ സ്വപ്നം? ഗൾഫ് എല്ലാ മലയാളിയുടെയും സ്വപ്നം തന്നെയായിരുന്നു Okay. ആ സമയത്ത്. എന്നെ സംബന്ധിച്ച് പനവേലി പോലെ ഒരു ചെറിയ ടൗണിൽ നമ്മൾ അത്രയും വലിയ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. Okay. അറ്റ്ലീസ്റ്റ് ഈ പനവേലിക്ക് ഒന്ന് പുറത്ത് ചാടുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ All സ്വപ്നം. right. ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ജീപ്പ് ഡ്രൈവർ ആവോ, ഒരു ഓട്ടോ ഡ്രൈവർ ആവോ, അല്ലെങ്കിൽ ഒരു ടാപ്പിങ്ങിന്റെ വലിയ കോൺട്രാക്ട് മുതലാളിയാവോ, ആ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചിന്തിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളത് തന്നെ വലിയ ഒരു കടമ്പയായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ Mhm. ജീവിതത്തിൽ. Okay. 10 കഴിഞ്ഞു, പ്ലസ് ടു പഠിച്ചപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അറ്റ്ലീസ്റ്റ് എനിക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ അന്നത്തെ സാഹചര്യവും അന്നത്തെ ആ ഒരു ഈ ഒരു നമ്മുടെ ചുറ്റുപാടും എന്ന് പറയുന്നത് അത് മാക്സിമം ആയിരുന്നു. Okay. അവിടെ നിന്ന് ഒരു വർഷം ഞാൻ ഏകദേശം അപ്പോൾ ഞാൻ തീരുമാനിച്ചു, പനവേലിൽ നിന്നാൽ പ്ലസ് ടു കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും. Mhm. പനവേലിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി ഞാൻ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊട്ടാരക്കര പോലുള്ള ചെറിയ ചെറിയ ടൗണുകളിലോട്ട് പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. ഒരു വർഷത്തോളം ഞാൻ പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ കരുനാഗപ്പള്ളി മുത്തൂറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സ്കാനിങ് സെന്ററിൽ. Okay. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഒരുപാട് പേര് ഇപ്പം കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ബാല്യകാലത്തിൽ നഴ്സിംഗ് ഒരു ഡ്രീം ആയിരുന്നോ, അതോ അത് അതിൽ പോയി പെട്ടതാണോ? എങ്ങനെയാണത്? ഒരിക്കലും പോയി പെട്ടതല്ല. എന്നെ Okay. സംബന്ധിച്ച് ഞാൻ ഒരു വർഷം ഈ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാതിരുന്ന സമയത്ത് എന്നെ എന്തെങ്കിലും പഠിക്കണം, അത് Okay. മാത്രമായിരുന്നു എൻ്റെ മുമ്പിൽ ലക്ഷ്യം. Okay. അപ്പം കാരണം വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പനവേലിയിൽ മാത്രമായിട്ട് ഒതുങ്ങും. പനവേലിയിൽ ഒതുങ്ങരുത്, പനവേലിയിൽ നിന്ന് പുറത്ത് ചാടണം. അതൊരു വലിയ ഡ്രീം തന്നെയായിരുന്നു. Okay. അതിനുവേണ്ടി ആദ്യം എന്തെങ്കിലും പഠിക്കണം. എന്തെങ്കിലും പഠിക്കാൻ അന്നത്തെ സമയത്ത് ഞാൻ പഠിക്കുന്നത് 2005, 2010 ആ കാലയളവ്, 2004, 2005 ആ സമയം Mhm. നേഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സമയമായിരുന്നു. Okay. കൂടുതൽ ആൾക്കാർ UK പോകാൻ UK സ്വപ്നം കണ്ട സമയമായിരുന്നു. Okay. അപ്പം UK സ്വപ്നം കണ്ടാണ് ഞാൻ ആദ്യം നേഴ്സിംഗ് പഠിക്കാം, Okay. അറ്റ്ലീസ്റ്റ് പനവേലിൽ നിന്ന് ഡയറക്റ്റ് UK ജമ്പ് ചെയ്യാം, ഗൾഫ് എസ്കലേറ്റ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. Okay. അങ്ങനെ നേഴ്സിംഗ് ഏറ്റവും പെട്ടെന്ന് ലോൺ കിട്ടും. Mhm. അങ്ങനെ മാനേജറിന് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് അന്നത്തെ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു എഡ്യൂക്കേഷൻ ലോൺ. All right. അപ്പം ചെറിയ ഒരു സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് വേണ്ടുന്നൊരു 60-70% ലോൺ എനിക്കന്ന് ബാങ്ക് റെഡിയാക്കി തന്നുകൊണ്ട് Mhm. നേഴ്സിങ്ങിന് ഞാൻ എത്തിപ്പെട്ടു. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ഈ തുടക്കം എങ്ങനെയാണ്? ആദ്യത്തെ ജോലി പറഞ്ഞിട്ട് മുത്തൂട്ടിലൊക്കെയാണ്, പക്ഷെ നഴ്സിംഗിനായിട്ട് ആദ്യം എവിടെയാണ് ജോലി കിട്ടിയത്? ഞാൻ ആന്ധ്രയിൽ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഈ UK പോകാനുള്ള സ്വപ്നത്തിലാണ് നമ്മൾ നേഴ്സിംഗിൽ ചാടിയത്. അതെ. പക്ഷെ ഞാൻ ആ പഠിച്ച സമയത്ത് എല്ലാ കോളേജിലും ഫീമെയിൽസിനെക്കാളും കൂടുതൽ മെയിൽസ് നേഴ്സിംഗ് പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ. 2009, 2010 നമ്മൾ പാസ് ഔട്ട് അല്ലെങ്കിൽ 9, 10 ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് നേഴ്സുമാർ പുറത്ത് നിൽക്കുക ജോലിയില്ലാതെ. അത്രയും നമ്പർ ഓഫ് നേഴ്സസ് പുറത്തിറങ്ങി. ഓക്കെ. ജോലിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കുറഞ്ഞ സമയം 2009 ആദ്യം ജോലിക്ക് കയറുന്ന സമയങ്ങളിലൊക്കെ 5,500 രൂപയാണ് സാലറി, അതും ബോംബെയിൽ. ബോംബെ. അപ്പം ഞാൻ ആ ജോലിക്ക് കയറിയില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കയറിയ ജോലിയാണത്. അപ്പം ജോലി തേടി നമ്മൾ ബോംബെയിലോട്ട് നേരെ പോകുന്നു. ബോംബെ ചെന്നപ്പോൾ അവിടെ കിടക്കാൻ സ്ഥലമില്ല, ജോലി തപ്പാൻ സ്ഥലമില്ല. ആദ്യത്തെ 1-2 ദിവസം എനിക്ക് ബോംബെ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ CV കൊണ്ട് നമ്മൾ ഓരോ റെയിൽവേ സ്റ്റേഷനിലും കയറി, റെയിൽവേ സ്റ്റേഷൻ വഴി ഓരോ സ്ഥലത്തും CV ഇടുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തിയ ഒരു സ്റ്റേഷനായിരുന്നു ദാദർ, അന്തേരി. ഇത് രണ്ടും ഞാൻ ഒരിക്കലും മറക്കില്ല ലൈഫിൽ. പക്ഷെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ തന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ എനിക്ക് അവരുടെ ഹോസ്റ്റലിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വസായിൽ താമസിച്ച് അവിടെ നിന്നുകൊണ്ടാണ് ജോലിക്ക് കയറുന്നത്. അന്ന് മെയിൽ നേഴ്സസിന് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പൊ ഈ നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ
ബോംബെ പോയി കഷ്ടപ്പെട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ ഈ സിനിമയെ കാണുന്ന അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഏകദേശം തുടക്കകാലം. അല്ല, എന്റെ താമസം ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ ഈ പുറത്താണ് എന്നുള്ളത് അറിയാവുന്ന കുറച്ച്, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം എനിക്ക് ആ സമയത്ത് സാമ്പത്തികമായിട്ട് എനിക്ക് ഫുഡ് മേടിച്ചു തരികയും പിന്നെ എന്നെ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും എന്താ പറയാ, നമ്മളങ്ങനെ ബോംബെയിലെ ഒരു സിറ്റുവേഷൻ ആണ്. തീർച്ചയായിട്ടും, എന്റെ ഫ്രണ്ട്സ് എല്ലാം ബോയ്സ് ഫ്രണ്ട്സ് ഉള്ളവരെല്ലാം തന്നെ എല്ലാവരും ജോലിക്ക് വേണ്ടി അലയുന്ന ആൾക്കാരായിരുന്നു. Okay. അല്ല, ഗേൾസ് 1-2 പേരുണ്ട്, ഉള്ളവരെല്ലാം ഹോസ്റ്റലിൽ താമസിക്കുക. അപ്പൊ അവിടെ Right. താമസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ റിലേറ്റീവ്സിന്റെ അടുത്തോട്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഒരു കലയുടെ ആദ്യത്തെ 2 ദിവസത്തിൽ തന്നെ അവരെനിക്ക് വേറെ ബോയ്സിന്റെ ഹോസ്റ്റലിൽ തന്നെ വേറെ സ്ഥലത്ത് കിട്ടി. തീർച്ചയായും. അപ്പൊ ഈ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വളർന്ന ആളുടെ ഉള്ളിൽ എപ്പോഴും ചെറിയൊരു രാഷ്ട്രീയം ഉണ്ടാവും. ബോംബെയിൽ പോയിട്ട് ഒരു സമരം ചെയ്തു എന്നുള്ളൊരു ചെറിയൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി സാറിനൊന്ന് വിവരിച്ച് പറയാം. ഞാൻ ബോംബെയിൽ ചെന്ന് ബോംബെയിലെ ജോലി കിട്ടാതെ അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഓക്കെ. ജോലിക്ക് കയറി 1 വർഷം ഞാൻ തികച്ചില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള, ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, കാത്തലാബ് എന്നൊക്കെ പറയും. അതെ. പക്ഷെ ICU പോലുള്ള വലിയ ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് നേഴ്സുമാർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുട്ടി അവിടുത്തെ വർക്ക് പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. ഓക്കെ. അപ്പം ഒരു ദിവസം രാവിലെ ഫോൺ നമ്മുടെ കാത്തലാബിന്റെ ലാൻഡ് ലൈനിലോട്ട് വിളിച്ചു പറഞ്ഞു, എടാ നിങ്ങൾ പുറത്ത് വരണം. എന്റെ ഫ്രണ്ട്സ് തന്നെ വിളിച്ചിട്ട് പറയുന്നു, നമ്മൾ ഇതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്, നമുക്ക് അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിന് എന്തെങ്കിലും നീതി മേടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഞാൻ റെഡി. ഞാൻ എന്റെ HOD വിളിച്ച് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നീ പോടാ, പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. താഴെ ഇറങ്ങി. ഒന്നും അറിയാതെ നമ്മൾ ആദ്യമായിട്ട് സമരത്തിൽ ഇറങ്ങി. ഒരു രാഷ്ട്രീയമില്ലായിരുന്നു അന്ന് വരെ, രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യങ്ങളും നമ്മൾ ഇടപെടുകയും ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ആ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരോട്, മരിച്ചുപോയ ശ്രീ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് വരെ ഒന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. കുറെ ആൾക്കാര് നമ്മളോട് അവിടെ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം നമ്മൾ സംസാരിച്ചു, അവരെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അന്നത്തെ ഒരു സമരത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മളൊരു മാനേജ്മെന്റിനെതിരെ സമരം ചെയ്തു, നേഴ്സുമാർ കുറെ പേര് ഇറങ്ങി. അവസാനം ഇതിന്റെ ഒരു കോംപ്രമൈസിലെത്താതെ എല്ലാ നേഴ്സുമാരും ഒരേപോലെ ഒരേ സമയം റിസൈൻ ചെയ്ത് പുറത്തിറങ്ങേണ്ടി വന്നു. പലരും പല വഴിക്കായിട്ട് പിരിഞ്ഞു. അന്ന് ആ സമയത്ത് ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് കുറെ പേര് രക്ഷപ്പെട്ടു. അവിടുന്ന് എല്ലാ ആൾക്കാരും അന്ന് കഷ്ടപ്പെട്ട IELTS, OET പോലുള്ള ലാംഗ്വേജ് ടെസ്റ്റുകൾ എഴുതി പല സ്ഥലങ്ങളിൽ പോയി യൂറോപ്യൻ കൺട്രിയിൽ പോയി രക്ഷപ്പെട്ടു. ഞാനൊക്കെ തൊട്ടടുത്ത് തന്നെയുള്ള ബോംബെയിൽ പോയി. എന്റെ പേര് ഉൾപ്പെടെ പത്രത്തിൽ, ന്യൂസിൽ അടിച്ചു വന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എങ്ങനെ നിനക്ക് ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ജോലി കിട്ടിയ എനിക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഡെഡിക്കേഷൻ കൊടുക്കുക, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ജോലി കിട്ടാനുള്ള ഒരു എൻട്രൻസ് ഒബിയസ്ലി ഡിഫിക്കൽട്ട് ആയിരുന്നു മെയിൽ നേഴ്സിനെ സംബന്ധിച്ച്. പക്ഷേ വെൻ യു പ്രൂവൺ ദാറ്റ് യു ആർ എ ക്വാളിഫൈഡ് പേഴ്സൺ, ആ ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ദ ഡിമാൻഡ് വിൽ ഫോളോ യു. എനിക്ക് സാറേ ചോദിക്കാനുള്ള ഒരു ചെറിയ പോയിന്റ്, ആ ഒരു ഇൻസിഡന്റ് ആണോ ഇന്ന് സാർ ഒരു 10,000-ഓളം നഴ്സുമാരെ ഇന്ന് ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു ചെറിയെന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിഗ് തിങ്. ആ ഒരൊറ്റ ഇൻസിഡന്റ് ആണോ ഇത്രയും ചേഞ്ചസ് വരാനുള്ള കാരണം? സാർ ഇന്നൊരു ഓൺടർപ്രീനർ ആണ്, 10,000-ഓളം നഴ്സസിന്റെ ജീവിതം മാറ്റിമറിച്ച് ഞാൻ ഓൾറെഡി ഇൻട്രോഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ് എത്രത്തോളം ഇതിനുള്ള ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ടായി? ഇല്ല, ആ ഒരു ഇൻസിഡന്റ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് നേഴ്സിംഗ് എത്രത്തോളം ലിമിറ്റേഷൻസ് ആണ് ഇന്ത്യയിൽ എന്നുള്ളത് മനസ്സിലാക്കി. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നേഴ്സിംഗിന്റെ റോളിൽ എസ്പെഷ്യലി ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചത് ഇന്ത്യയിലാണല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായത് നേഴ്സുമാരെ സംബന്ധിച്ച് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. നമ്മളെപ്പോഴും ഒരാൾ പറയുന്നത് ഫോളോവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ റോള്. ഒരു ഒട്ടോണോമി സിസ്റ്റം എപ്പോഴും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഒട്ടോണോമി എന്ന് പറയുന്ന സംഭവം മനസ്സിലായല്ലോ, സെൽഫ് ഡിസിഷൻ മേക്കിംഗ് ഇല്ല ഒരു നേഴ്സസിന്. അതോടുകൂടി നമ്മളൊരു 10 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ് എന്നാൽ മേ ബി ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ അത്രത്തോളം എലിജിബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും ഒരാൾ പറയുന്നത് ഫോളോ ചെയ്യുന്നു, ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നു, ഒരു ക്യാരി ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു വലിയ ചലഞ്ചസ് ഞാൻ മനസ്സിലാക്കിയത് ഡോക്യുമെന്റേഷന്റെ ക്ലാരിറ്റികൾ. ഡോക്യുമെന്റേഷൻ വളരെ വളരെ കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ ഇന്ന് ഒരുപാട് ടെക്നോളജികൾ വന്നെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം ഓണസ്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും നമുക്ക് അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ നഴ്സിംഗ് സിലബസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിദേശ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ദുബായിലും ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഇപ്പൊ ന്യൂസിലൻഡിലാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്? സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ അപ്രോച്ച് എത്രത്തോളം ഡിഫറെന്റ് ആണ്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇന്ത്യൻ സിസ്റ്റത്തില് ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഇപ്പം കൗൺസിലിംഗ് ഇറങ്ങിയാൽ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുണ്ടായി, നമുക്ക് പല കോളേജുകളും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിക്കണം, അവരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളെല്ലാം ഇവിടെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അതാണ് നമ്മുടെ എല്ലാവരും നല്ലതായിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കും. എൻ്റെ
നമ്മുടെ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഈവൻ നേഴ്സിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് മേടിക്കുന്നവരാണ് ബെസ്റ്റ് നേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് അവിടുത്തെ. അതെ. പക്ഷേ ഔട്ട്സൈഡിലെ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ടെക്സ്റ്റ് ബുക്ക് അല്ല പഠിക്കുന്നത്, അവർ ലൈഫാണ് പഠിക്കുന്നത്. ഒരു റിയാലിറ്റി വെച്ചിട്ടാണ് പഠിക്കുന്നത്. മനുഷ്യന്റെ വാല്യൂസ് ആണ് അവർ പഠിക്കുന്നത്. Correct. അതേപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കുറച്ച് കമ്പാഷൻ ഉണ്ട്. Okay. വെൻ യു ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ഹൗ യു വിൽ ബി ബിഹേവിങ്. Okay. നീ ആ ഒരു സിറ്റുവേഷനിൽ വന്നാൽ, നിന്റെ ഫാമിലിയിലെ ആരെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ വന്നാൽ, നീ എങ്ങനെ അവരോട് സംസാരിക്കും, എങ്ങനെ അവരോട് ഇടപെടും, എത്രത്തോളം അവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കും. Okay. ഈ ഒരു ഇക്വാലിറ്റി, Okay. ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി, ഇത് രണ്ടും നമുക്ക് മിസ്സിംഗ് ആണ് ഇവിടെ. Correct. നമ്മളെ സംബന്ധിച്ച് രാവിലെ ജോലിക്ക് ഒന്ന് വരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക. എല്ലാരും നോക്കുന്നത് എത്ര പേഷ്യന്റിനെ നോക്കുന്നുണ്ട്, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ക്വാളിറ്റി ഓഫ് വർക്കിന് അധികം ഇമ്പോർട്ടന്റ് ഇല്ല. Okay. അതുകൊണ്ട് പേഷ്യന്റ് സെന്റേർഡ് കെയർ ഒത്തിരി കുറവാണ്. Okay. ബെഡ് സൈഡിൽ നിന്ന് പേഷ്യന്റിനോട് സംസാരിക്കാൻ ഒരു നേഴ്സിന് ഇവിടെ എത്രത്തോളം സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അതിന് ഓവർ ഡോക്യുമെന്റേഷൻ കാരണം ആക്യുറസി കുറയും. Okay. ആക്യുറസി ഇല്ല അവരെ സംബന്ധിച്ച്. വി ഹാവ് ടു ഫിൽ ദിസ്, മാൻഡേറ്ററി ആണ്. ഇത് അങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണോ? അതായത് ഉദാഹരണത്തിന് ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറിന്റെ അടിമ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അടിമ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ കൾച്ചറൽ പ്രോബ്ലം ആണോ അതോ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആണോ? കാരണം വിദേശമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു മാറ്റം ഞാൻ കണ്ടുവന്നിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താ? ഞാനിത് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്റെ വർക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് ഡോക്ടറിന്റെ അടിമ എന്നുള്ള വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇത് താത്വികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലിലും ഇപ്പോഴും നടന്നു വരുന്ന സംഭവം കേട്ടോ. ഡോക്ടർ പറയുന്നത് ഫോളോ ചെയ്യോ, അല്ലെങ്കിൽ ഡോക്ടറിനെ സാർ എന്ന് വിളിച്ച് നമ്മൾ ഫയലും എടുത്ത് പുറകെ പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് ഓവറോൾ എല്ലാവർക്കും അറിയാതെ. പക്ഷെ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് യു ഗെറ്റ് റെസ്പെക്ട്, യു ആർ എ ടീം മെമ്പർ. ഡോക്ടറിനും നേഴ്സിനും അവിടെ ഒരു പ്രത്യേകിച്ച് റോൾ ഇല്ല. രണ്ടുപേരും ഇക്വാലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. രണ്ടുപേർക്കും ഒരേപോലെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും ഒരേപോലെ എല്ലാവർക്കും അവിടെ ഒരു സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. യു സ്റ്റേ ഇൻ ദാറ്റ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. ഡോക്ടർ ചെയ്യുന്ന ഒരു തെറ്റാണെങ്കിൽ കൂടി അതൊരു നേഴ്സിന് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ട് അവിടെ. ഓക്കെ, ഒരു പേഷ്യന്റിന്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് സജഷൻസ് കൊടുക്കാം. അങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇംപ്രൂവ് ആവുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ക്ലിനിക്കൽ റീസണിങ് ഉണ്ട്. വൈ ഐ ആം തിങ്കിങ് ലൈക്ക് ദിസ്, വൈ ഐ ആം ഫീലിംഗ് ലൈക്ക് ദിസ്, why I am concerned about this patient. ഈ ഒരു മെന്റാലിറ്റി ആണ് ഓരോ നേഴ്സിനും വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പുറത്തോട്ട് പോകേണ്ട ഒരു നേഴ്സിനെ സംബന്ധിച്ചും അത്ര ഈസി അല്ല ഇത്. നമുക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ദാറ്റ് നമുക്ക് പെട്ടെന്ന് പോയി നമുക്ക് ഇതങ്ങ് സക്സസ്ഫുൾ ആക്കാന്നുള്ളതാണ്. ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, ഈ വിദേശത്ത് പോയി കഴിയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പലരും പല അവഗണന നേരിട്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും ഒരു നേഴ്സുള്ള നിലയിൽ ഒരിടത്തും അവഗണന വന്നിട്ടില്ല. നമ്മൾ സമരം ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അത് ഒബ്വിയസ്ലി നമ്മുടെ പേരും ന്യൂസിലും എല്ലായിടത്തും നമ്മളെ പറ്റി വന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ സ്നേഹിക്കുന്നവർ നിന്റെ ഫ്യൂച്ചർ എന്താവെന്ന് വരുത്തി വറി ചെയ്തിട്ടുണ്ട്. അവഗണന നേരിടേണ്ടത് ഈവൻ ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത സമയത്ത് പോലും എനിക്ക് ആവശ്യത്തിലധികം റെസ്പെക്ട് അവർ തന്നിട്ടുണ്ട്. ബിക്കോസ് ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് യു ആർ ഏബിൾ അല്ലെ യു ആർ കാപ്പബിൾ. നിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ നിന്റെ യു ക്യാൻ ഡു സംതിങ് ബെറ്റർ ദാൻ അതേഴ്സ്. ഇനി കുറച്ച് നമുക്ക് ന്യൂസിലൻഡ് കഥകളെ പറ്റി കുറച്ച് ചർച്ച ചെയ്യാം. ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ കിവി ഭാഷ അല്ലെങ്കിൽ മാവരികളായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ എന്താ പറയാ, ആ ഭാഷയിൽ എക്സ്പീരിയൻസ് ചെയ്ത ആദ്യത്തെ കുറച്ച് കോമഡി, അങ്ങനെ എന്തെങ്കിലും ഫൺ ഇൻസിഡൻസ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ന്യൂസിലൻഡ് ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന വാക്ക് ക്യൂറ. ഇതാണ് അവരുടെ ആദ്യത്തെ വാക്ക്. നമ്മൾ ആദ്യം എന്താണിത് എന്നൊന്ന് ഞെട്ടി. പിന്നെ നമുക്ക് മനസ്സിലായി എല്ലായിടത്തും ഈ സാധനമാണ്. അതിന്റെ അർത്ഥം ഹലോ എന്നാണ്. ജസ്റ്റ് അവരുടെ മോറയില് ഗ്രീറ്റ് ചെയ്യുന്ന ക്യൂറ എന്ന് പറഞ്ഞതിനകത്താണ്. പക്ഷെ ഞാൻ കൗൺസിലിൽ എത്തിയതിനു ശേഷം കുറെ മോറി കരാക്കിയ എന്ന് പറയും പ്രയറിന് കേട്ടു. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും വളരെ നല്ല ബെസ്റ്റ് മ്യൂസിക്കുകൾ ഒരുപാടുണ്ട് അവർക്ക്. ഇപ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന്റെ വാക്കുകളൊക്കെ നമ്മൾ കൗൺസിലിൽ എത്തിയതിനു ശേഷമാണ് ആക്ച്വലി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ മൗറി ആ ഒരു കൾച്ചറിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയത്. മൊറീന കോറുവ, മൊറീന കോട്ട, ഇങ്ങനെ പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള വാക്കുകൾ നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കിയെടുത്തു. പക്ഷെ ഒബിയസ്ലി മൗറി അല്ല അവരെല്ലാവരും സംസാരിക്കുന്നത്. അവരുടെ ഒരു മീറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിലും ചെറിയ രീതിയിൽ മൗറി ഒന്നോ രണ്ടോ വാക്കുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ആത്യന്തികമായ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഏറ്റവും വലിയ ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്ത് ആ ഒരു പ്രൊനൗൺസിയേഷൻ ആയിരുന്നു.
ഒരു മലയാളിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ല. നമ്മളെല്ലാം ഇംഗ്ലീഷ് IELTSഉം OETയും വലിയ ഗ്രേഡിൽ പാസ്സായി കഴിയുമ്പോൾ വി തോട്ട് ദാറ്റ് വി ആർ ദ ബെസ്റ്റ് പേഴ്സൺ, മോർ ദാൻ ബെറ്റർ ദാൻ ദം എന്നുള്ള രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യെങ്കിലും ആ ഇംഗ്ലീഷും ഈ ഇംഗ്ലീഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 3 to 6 months ചലഞ്ചിങ് ഫേസ് ആയിരുന്നു. 3 ചലഞ്ചസ് എല്ലാരെയും പോലെ ഞാനും അനുഭവപ്പെട്ടു. ഒന്ന് ഭക്ഷണം, കാരണം ഞാൻ ദുബായിൽ നിന്ന് പോയ ആളായിരുന്നു. ദുബായിലെ ഭക്ഷണത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. പുറത്തോട്ടിറങ്ങി നമുക്ക് ചായ കിട്ടും, ഷവർമ കിട്ടും, ചെറിയ പൈസയ്ക്ക് ഒരുപാട് ഫുഡുകളും ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ രാജ്യത്തിന്റെയും ഈ ഓരോ കോൺഫറൻസിനും അല്ലെങ്കിൽ ഓരോ മീറ്റിങ്ങിനും പോകുന്ന സമയത്തെല്ലാം തന്നെ പല സമയത്തും പല രാജ്യത്തിന്റെയും ഭക്ഷണങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു ദുബായിൽ നിന്ന് പോയത്. ഒരു ലിമിറ്റഡ് സ്പേസിലോട്ട് എത്തി. ദുബായ് ഒരു കൊച്ചു കേരളം തന്നെയാണ് സത്യത്തിൽ. തീർച്ചയായിട്ടും. അപ്പം എന്നെ സംബന്ധിച്ച് ന്യൂസിലാൻഡിൽ എത്തിയ സമയത്ത് ഫസ്റ്റ് ചലഞ്ച് എനിക്ക് ഭക്ഷണമായിരുന്നു. രണ്ടാമത്തെ ചലഞ്ച് ട്രാൻസ്പോർട്ടേഷൻ. അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ കാർ ഇല്ലാത്ത പെട്ടെന്ന് ഈസി ട്രാൻസ്പോർട്ടേഷൻ അവിടെ അത്രയില്ല. നമുക്ക് വണ്ടി വേണം, ചെന്ന ഉടനെ വണ്ടി മേടിക്കുക എന്നൊക്കെ ഉള്ള അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ചലഞ്ച് ഉണ്ടായിരുന്നു. മൂന്നാമത് ക്ലൈമറ്റ്. ഒരേ ദിവസം തന്നെ എല്ലാ സീസണും ഉണ്ട് അവിടെ. മഴ പെയ്യും, വെയിലുണ്ടാവും, നല്ല തണുപ്പുണ്ടാവും, നല്ല കാറ്റുണ്ടാവും. എന്താണ് സംഭവിക്കാൻ പറ്റും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ 40-45 ഡിഗ്രി അല്ലെ 50 ഡിഗ്രി ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പത്തിലോട്ട് ചെന്നപ്പോഴത്തേക്ക് തണുപ്പ് നമുക്ക് അസഹനീയമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിലെത്തിയൊരു ഫീലായിരുന്നു പെട്ടെന്ന്. കേരളത്തിൻ്റെതായ രീതിയിലുള്ള ഇവിടുത്തെ മാവ്, ചക്ക, മാങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ പച്ചപ്പും പ്രകൃതി ഭംഗി അതിനകത്തുണ്ടായിരുന്നു. ആദ്യത്തെ കുറെ നാൾ നമ്മൾ എൻജോയ് ചെയ്തു. പീസ്ഫുൾ ആയിരുന്നു, വളരെ സൈലന്റ്. ഓക്ലൻഡ് ആയതുകൊണ്ട് ഒബിയസ്ലി കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു പീക്ക് ടൈമിൽ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പാംസൺ നോർത്തിലായിരുന്നു എൻ്റെ ക്യാമ്പൊക്കെ. ബട്ട് എൻ്റെ ചലഞ്ചസ് ബേസിക്കലി ഫേസ് ചെയ്തത് കൾച്ചറൽ ചലഞ്ചസ് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അഫക്ട് ചെയ്തത് ലാംഗ്വേജ് ബാരിയർ തന്നെയായിരുന്നു. നമ്മൾ അവരുടെ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മനസ്സിലാക്കുന്നതിന് തുല്യമായിരുന്നു. അവർ നമുക്ക് തരുന്ന റെസ്പെക്ട് ഈ ലാംഗ്വേജ് ബാരിയർ കാരണം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. സോ ദേ മേ ഫീൽ ദാറ്റ് വി ഹാവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ അറഗന്റ് എന്നുള്ള രീതിയിലോട്ട്. ബിക്കോസ് നമ്മൾ താങ്ക് യു പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ബെസ്റ്റ് തിങ് ഞാൻ അവിടെ നിന്ന് പഠിച്ചത് ഒരാളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിച്ചു, ഒരാളോട് താങ്ക് യു പറയാൻ പഠിച്ചു, ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിനകത്തൊരു പ്ലീസ് കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ സംസാരത്തിന് നമ്മുടെ ലാംഗ്വേജിനെ പൊളൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് തിരിച്ചെത്ര റെസ്പെക്ട് കിട്ടുന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഈ ഭാഷയുടെ പവർ മനസ്സിലായി. ഭാഷ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ആൾക്കാരുടെ കൾച്ചർ മനസ്സിലാക്കിയപ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ വി ഗെറ്റ് റെസ്പെക്ട്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നുള്ളത് നമ്മൾ അവരെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിതിവിടെ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സംസാരത്തിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ ഈവൻ ഒരു സ്പർശനത്തിൽ കൂടി നമ്മൾ ആ റെസ്പെക്ട് ശരിക്കും മറ്റുള്ള ഒരാളിലേക്ക് ആ പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അവിടെ ചെന്നപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ ദുബായിൽ നിന്ന് ചെന്നതുകൊണ്ട് പറയുമല്ല, ദുബായിലായിരുന്നെങ്കിൽ കൂടി ലാംഗ്വേജ് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ല. കാരണം വി സ്പീക്ക് ഹിന്ദി സംടൈംസ്, കുറച്ച് അറബിക് സംസാരിക്കും, കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കും. വാട്ട് എവർ ഇംഗ്ലീഷ് വി സ്പീക്ക്, വി ആർ ദ ബെറ്റർ പേഴ്സൺ ഓവർ ദെയർ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂസിലൻഡ് ചക്കയും മാവൊന്നും ഇല്ലായിരുന്നെങ്കിലും അവിടെ ഒരു പച്ചപ്പുണ്ടായിരുന്നു പറഞ്ഞു. നമ്മളെല്ലാവരും അറിയുന്നൊരു കാര്യമാണ്, ലോകത്തിന്റെ ഏത് കോണയിൽ പോയാലും ഒരു മലയാളി ഉണ്ടാവുന്നുള്ളത്. അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റി പറ്റി ഒരു ചെറിയൊരു അഭിപ്രായം. എല്ലാ ചെറിയ ടൗണുകളിലും അസോസിയേഷനുകളുണ്ട്. ഇപ്പം റീസെന്റ് കുറെ ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്. അസോസിയേഷനൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ്. ഞാൻ വന്ന കാലം തുടങ്ങി ഓക്ലാൻഡ് മലയാളി സമാജത്തിലൊക്കെ ആക്റ്റീവ് മെമ്പറാണ്. മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ അധികം എല്ലാ പരിപാടികളിലും പ്രസൻസ് ഇല്ല. റീസെന്റ് അവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു അവാർഡൊക്കെ തന്നായിരുന്നു. സോ ഐ ഒബ്വിയസ്ലി വാണ്ടഡ് ടു സേ താങ്ക് യു ടു മലയാളി സമാജം. എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രസൻസ് ആണ് ഇവിടെ ഉള്ളത്. ചെറിയ കമ്മ്യൂണിറ്റി ആണ്, എല്ലാ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഒട്ടുമിക്ക ആൾക്കാർക്കും. അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് ആ ടൗൺ മൊത്തം അറിയും. പോസിറ്റീവ് അറിയും, നെഗറ്റീവ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അറിയും. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. മലയാളികൾ ചെറിയ ടൗൺ ആണ്. ഇപ്പോഴത്തെ ഒരു കുറെ ഇമിഗ്രേഷന്റെ വലിയൊരു തീവ്രമായ വലിയ മാസ് നമ്പർ ഉണ്ടായതിനു ശേഷം കുറച്ച് സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും നമ്പർ ഓഫ് ആൾക്കാരുടെ ഗ്യാതറിംഗ് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിൽ ഇപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ അവയർനെസ് ആയിട്ട് അവരതിനെ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള കൺട്രിയെ അപേക്ഷിച്ച് നോട്ട് മച്ച് പ്രോബ്ലംസ് ഹാപ്പനിങ്. പക്ഷെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ സ്റ്റിൽ വി ആർ ആൾസോ ഫേസിങ്. പക്ഷെ ഗവൺമെന്റ് ഈസ് ഡെഫിനറ്റ്ലി സപ്പോർട്ടിങ്. ബിക്കോസ് ഇമിഗ്രൻസ് കൊണ്ടുവരുന്ന ഒരു ക്വാളിറ്റിയും ഇമിഗ്രൻസ് കൊണ്ടുവരുന്ന സപ്പോർട്ടും ഇമിഗ്രൻസ് കൊണ്ടുവരുന്ന ഒരു റവന്യൂയും, ബിക്കോസ് ദേ ആർ ആൾസോ പേയിങ് ടാക്സ്. സോ മൈഗ്രേഷന്റെ കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം യങ്സ്റ്റേഴ്സ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ക്വാളിറ്റി അത്രയും കുറഞ്ഞു വരികയാണ് ക്വാളിറ്റിയിൽ തന്നെ.
അവിടെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അപ്പൊ ഈ മൈഗ്രേഷനിലുള്ള അഭിപ്രായം എന്താണ്? ലൈക്ക് വിച്ച് ഇസ് ബെറ്റർ? ഇന്ത്യനെ നന്നാക്കലാണോ അതോ മറ്റുള്ള രാജ്യം പോയി നന്നാക്കലാണോ അതോ സ്വയം നന്നാക്കലാണോ? എന്താണ് അതിനുള്ള ഞാൻ ഇപ്പൊ ഇന്ത്യയാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ അടി കമന്റോടെ എന്നാ പിന്നെ നീ എന്തിനാ ന്യൂസിലൻഡിൽ പോയത്? ശരിയല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾക്ക് ആ കമന്റ് വേണമെങ്കിൽ അത് ഞാൻ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇന്ത്യ ഒരിക്കലും മോശം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യ ഒബ്വിയസ്ലി ബെറ്റർ ആണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. പക്ഷെ നമ്മൾക്ക് കുറെ ചലഞ്ചസ് ഉണ്ട്. കാരണം അതുപോലെ കോമ്പറ്റീഷൻ ആണ് ഇവിടെ. യു ഹാവ് ടു ബി നമ്പർ 1 ഇൻ എവറിത്തിങ്. എന്നിരുന്നാൽ കൂടി നിനക്ക് ചലഞ്ചസുകൾ എല്ലാ രീതിയിലും ചലഞ്ചസ് ഉണ്ടാവും. പ്രൊഫഷണലിൽ നിനക്ക് ചലഞ്ചസ് ഉണ്ടാവും, ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിന്റെ ഓവറോൾ പെർഫോമൻസിൽ നിന്റെ കൊളീഗിൽ നിന്നും നിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ പേഴ്സണൽ റിലേറ്റഡ് കാര്യങ്ങൾ എല്ലാം ചലഞ്ചസ് ഉണ്ടാവും. ഞാനത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നാട്ടിൽ നിന്ന് നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. ഇത് നമ്മളെ ന്യൂസിലൻഡിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ചലഞ്ചസ് ഇല്ലെന്നല്ല, എല്ലായിടത്തുനിന്നും ചലഞ്ചസ് ഉണ്ട്. വ്യക്തിപരമായും പ്രൊഫഷണലായും നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. നമ്മളിത് എങ്ങനെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ചലഞ്ചസിൽ നിന്ന് വാട്ട് വി ലേൺഡ്, ഈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഇതെങ്ങനെ എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഓരോ ചലഞ്ചസും നമുക്കൊരു പുതിയ അധ്യായമാണ്, ഓരോ ലേണിംഗ് കർവാണ്. ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ന്യൂസിലൻഡിൽ ചെന്ന് ആദ്യം പഠിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കമ്പയർ ടു ഇന്ത്യ 100% ന്യൂസിലൻഡ് ഇസ് ഈസി. ബിക്കോസ് യു ഗെറ്റ് റെസ്പെക്ട്, യു ഗെറ്റ് വാല്യൂഡ്. നീ പറയുന്ന റാഷണൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ 100% അവരത് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഒരിക്കലും നീ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് നിന്നെ ഇവിടെ മാറ്റി നിർത്തത്തില്ല. നിന്നെ കേൾക്കാൻ അനുവദിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. ഇന്ത്യ മോശമെന്നല്ല, പക്ഷേ നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പേഷ്യൻസ് കുറച്ചുകൂടെ കൂടുതൽ ഇന്ത്യയിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറിയില്ല, ന്യൂസിലൻഡിൽ എല്ലാ കാര്യങ്ങളിലും പേഷ്യൻസ് ആണ്. ഒന്നിനകത്ത് അറിയില്ല. ഈവൻ വണ്ടി ഓടിക്കുമ്പോൾ പോലും ആൾക്കാർ അവിടെ ഹറി കാണിക്കാറില്ല. വളരെ സ്ലോ ആയിട്ട്, കാമായിട്ട്, ക്വയറ്റായിട്ടാണ് പോകുന്നത്. ദേ റെസ്പെക്ട് ഈച്ച് അതർ ഇൻ എവറിത്തിങ്. പക്ഷെ ഒരിക്കലും ഒരാളുടെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒന്നും നടന്നതായിട്ട് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഈ ന്യൂസിലൻഡിൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ പല മേഖലകളിൽ കടന്നു പോവുകയും പല അനുഭവങ്ങൾ കടന്നു പോവുകയും ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഏതെല്ലാം കാര്യങ്ങളാണ്? അത് ഇവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് പറ്റും? ലൈക്ക് ഗീവ് ബാക്ക് ടു സൊസൈറ്റി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ച് നമ്മളൊരു സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കൊരിക്കലും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് തന്നെ നമ്മൾ യോഗ്യതയില്ല. പക്ഷെ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് തീവ്രമായ ആശയങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ ലാംഗ്വേജ്. നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മാതൃഭാഷയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ്, അല്ലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇവിടെയും ഇംഗ്ലീഷ് തന്നെയാണ്. ഈ ഒരു ലിമിറ്റേഷൻസ്, അല്ലെ ഇംഗ്ലീഷിനെ ചില ആൾക്കാർ നേഴ്സിങ്ങിനെ പറ്റിയാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. മലയാളികൾ പുറത്ത് പോയി പഠിക്കുന്നു, പുറത്ത് ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ പഠിക്കുന്നു. അവിടെയും നമ്മൾ കൂടുതലും മലയാളികളായിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ മലയാളത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അത് കാരണം നമ്മൾ ലിമിറ്റഡ് ആയി പോവുകയാണ്. ഓൾ ഓഫ് എ സഡൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നേരെ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആവും. നമ്മൾ അത്രയും നാളും പഠിച്ചതിനെക്കാട്ടും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ. 4 വർഷം നമ്മൾ പുതിയൊരു രാജ്യത്തോട്ടോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിലോട്ട് ഒരു കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ, പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ന്യൂസിലൻഡിലെ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇവിടെ അതൊരു പ്രൊഫഷണൽ ആണെങ്കിൽ കൂടി ആ പ്രൊഫഷണൽ റെസ്പെക്ട് നമുക്ക് വർക്ക് പ്ലേസിൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് യു ആർ ഫോളോയിങ് സംബഡി എൽസ്. ഈ പ്രൊഫഷണൽ റെസ്പെക്ട് കിട്ടുന്നത് വെൻ യു ഹാവ് ആൻ അട്ടോണോമി in your workplace, when you have respect, when you are equality, അല്ലേ? അപ്പം നമ്മുടെ നേഴ്സിംഗ് എഡ്യൂക്കേഷനിൽ ലാംഗ്വേജ് ബാരിയർ ആദ്യം എങ്ങനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരാളോട് സംസാരിക്കാം എന്ന് നമ്മൾ പഠിക്കണം. എസ്പെഷ്യലി നമ്മൾ നേഴ്സുമാർ ഒരു പേഷ്യന്റ് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ നീഡിയാണ്. തെറാപ്പറ്റിക് ആയിട്ട് അവരോട് നമ്മളൊരു നോട്ടം മതി, നമ്മുടെ ഒരു ചിരി മതി അവരുടെ വേദന മാറാൻ. ഈ തെറാപ്പറ്റിക് അപ്രോച്ച് മിസ്സിംഗ് ആണ് കോളേജുകളിൽ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് നേഴ്സുമാരെ പഠിപ്പിക്കാറുണ്ട്. പഠിപ്പിക്കുന്ന ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചോദിക്കുക, നിങ്ങളുടെ ഹൃദയം എവിടെ ആയിരിക്കുന്നത് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ TV വെടികൊള്ളുന്ന പോലെ നമ്മൾ ഇവിടുത്തെ ഹൃദയം കാണിച്ചു തരാം. പക്ഷെ ഹൃദയം ഇരിക്കുന്നത് കൃത്യമായ ആ ഒരു പൊസിഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനാട്ടമിയിൽ ബുക്കിൽ എഴുതി വെക്കും. അവനവന്റെ സ്വന്തം ശരീരത്തിൽ പോലും കൃത്യമായ സെൻട്രൽ പോർഷൻ ഓഫ് ദ ഹാർട്ട് തൊട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതുപോലെ അനാട്ടമിക്കലി എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഒത്തിരി കുറവാണ് അവർക്ക്. കാരണം അവർക്കൊന്ന് എന്തിനാണ് എന്ന് അവർ ചോദിക്കുന്നില്ല. അവരോട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ 30 കംപ്രഷൻ കൊടുക്കുന്നു ഒരു എമർജൻസി സിറ്റുവേഷനിൽ പേഷ്യന്റ്, എന്തിന് ഞാൻ 30 കൊടുക്കുന്നു, എന്തുകൊണ്ട് ഞാൻ 2 റെസ്പിറേഷനെ കൊടുക്കുന്നുള്ളൂ? ലൈഫിൽ ഇങ്ങനെ ഒരു ചോദ്യം ഇന്ത്യയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ എന്നോട് ഇത് പഠിക്കാൻ പറഞ്ഞു, ഞാനത് പഠിച്ചു, അത് ചെയ്യുന്നു.
എന്തുകൊണ്ട്, വൈ Okay. ആൻഡ് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് പേഷ്യൻ കൊണ്ട് റിസീവ് ഇറ്റ്. Okay. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അപ്രോച്ച് നമുക്ക് ഒരുപാട് മിസ്സിംഗ് ഉണ്ട്. എവിഡൻസ് ഇൻഫോംഡ് പ്രാക്ടീസസ് ഇല്ല. നേഴ്സസിനെ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊടുക്കണം. Right. അവരെ ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കറും പ്രോപ്പർ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ളവരാക്കി മാറ്റണം. ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാ സമയത്തും എവിടെയും നമ്മളെ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാനോ റിയലൈസ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള സാധനം ഉണ്ടാവാം. അതെ. നമ്മളൊരു വാർഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകരുത്. അതെ. നമ്മൾ റിലാക്സ് ആവണം ഫസ്റ്റ്. നമ്മൾ കൊളാപ്സ് ആവാതെ തന്നെ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ്. അതെ. ഓക്കെ, സ്വന്തമായി നിന്നാൽ ഈ പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റുമോ, അതോ വി നീഡ് ടു സ്റ്റാർട്ട് കോളിംഗ് ഫോർ ഹെൽപ്പ്. ഓക്കെ, ഈ വരുന്ന ഈ ഒരു കാലഘട്ടം AI-യുടെ ഒരു കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിൽ എത്രത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന ബിഹേവിയർ അല്ലെങ്കിൽ തെറാപ്പറ്റിക് അപ്രോച്ച്, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് വരും കാലഘട്ടത്തിൽ? ഒരു നേഴ്സിനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഒരു പക്ഷേ ഈ AI ടെക്നോളജി സഹായമായേക്കാം. Okay. എന്നിരുന്നാൽ കൂടി നമ്മുടെ നേഴ്സുമാരുടെ പൊതുവേ ഉള്ള ഒരു സ്വതസിദ്ധമായ രീതി വെച്ച് പറയുകയാണെങ്കിൽ ഈ AI ടെക്നോളജി അത് മിസ്യൂസ് ആക്കപ്പെടത്തേ ഉള്ളൂ. Okay. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ മാറും. സ്വന്തമായിട്ട് ട്രൈ ചെയ്യാനുള്ള കഴിവുകളെ ലിമിറ്റഡ് ആക്കും. Okay. അതിന് പകരം ഇവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന ആശയങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അതിനെ ഒന്ന് പരുവപ്പെടുത്തിയെടുത്ത് ഇത് ബൈഹാർട്ട് ചെയ്യും. Okay. ബട്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലിമിറ്റഡ് ആയി. Okay. നമ്മളൊരു പുതിയൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്തോട്ട് ചെല്ലുമ്പോൾ അഡോപ്റ്റബിലിറ്റി വളരെയധികം കുറയും. കൾച്ചറലായാലും ലാംഗ്വേജിലായാലും ഹ്യൂമൻ ടച്ച് ഒഴിവാക്കണം. എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് 4 സെന്റൻസ് ഇംഗ്ലീഷിൽ കാണാൻ പഠിച്ച് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അത് മനസ്സിൽ നിന്ന് പറയുമ്പോഴാണ് ആ സെന്റൻസിന് മീനിങ് ഉണ്ടാവുന്നത്, ആ സെന്റൻസിന് തെറാപ്പറ്റിക് ടച്ച് ഉണ്ടാവുന്നത്, ആ സെന്റൻസിൽ ഒരു ഹീലിംഗ് ഉണ്ടാവുന്നത്. നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ സർവീസ് ആണ്. സാലറിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഫാമിലികൾ രക്ഷപ്പെട്ട ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ്. ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഏത് ബാങ്കിന്റെ മേഖല, ഏത് ബാങ്കിൽ പോയി ചോദിച്ചാലും അവിടുത്തെ ഏറ്റവും കൂടുതൽ കാശുകാര് NRIs, നേഴ്സിംഗ് ഫാമിലി ആയിരിക്കും. അതിനൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബിസിനസ് ആയി മാറി ഇന്ത്യ മുഴുവൻ. കേരളത്തിലെക്കാട്ടും കൂടുതൽ കേരളത്തിന് പുറത്ത് ഒരുപാട് നേഴ്സിംഗ് കോളേജുകളുണ്ട്. ഈ നേഴ്സിംഗ് കോളേജുകളെല്ലാം തന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. എവിഡൻസ് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും, എന്താണ് നമ്മുടെ പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്ന ബെറ്റർ ക്വാളിറ്റി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ്, നഴ്സിംഗ് ഫീൽഡ് തന്നെ ആയിക്കോട്ടെ, എന്ത് അഡ്വൈസ് ആണ് പ്രൈമറിലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇവരോട് പറയാനുള്ളത്, നേഴ്സിംഗ് ഒരു ജോലിയല്ല. ഒരിക്കലും അതൊരു ജോലിയായിട്ട് കണ്ടോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്കൊരു പക്ഷേ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ഗൾഫ് വരെ എത്തിപ്പെടാൻ പറ്റും. ഗൾഫിന് പുറത്തോട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയും, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ പേഷ്യന്റിനെയും നിങ്ങളൊരു ഫാമിലി മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെ എംപത്തറ്റിക്കലി അവരോട് അപ്രോച്ച് ചെയ്യും, അവരോട് എങ്ങനെ കമ്പാഷനായിട്ട് നിങ്ങൾ സംസാരിക്കും, അവരോട് എങ്ങനെ നിങ്ങളുടെ അപ്രോച്ച്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ റെസ്പെക്ട്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഫാമിലിയെ കാണുന്ന പോലെ തന്നെ കാണാനുള്ള ഒരു മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത് അഡോപ്റ്റബിലിറ്റി. നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഇന്ത്യൻ സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗൾഫ് സിസ്റ്റത്തിന്റെയോ ഒരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് ഒരു യൂറോപ്യൻ കൺട്രി പോയി എത്തിപ്പെട്ടത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 8 മണി 9 മണി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കിടന്നുറങ്ങും. നാട് സൈലന്റ് ആയിരിക്കും. നമ്മൾ 9 മണി കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന ആൾക്കാർ 9 മണി കഴിയുമ്പോൾ 6 മണി 8 മണി കഴിയുമ്പോഴത്തേക്ക് കടകളെല്ലാം അടയ്ക്കും. 5 മണിക്കൊക്കെ ചെറിയ ടൗണിൽ എല്ലാ കടകളും അടയ്ക്കും. എല്ലാവരും വീട്ടിൽ പോകും. ഫാമിലി ടൈം ആഗ്രഹിക്കുന്ന ആൾക്കാർ, കൂടുതൽ ടൈം ഫാമിലി ക്വാളിറ്റി ടൈം വേണമെന്ന് ചിന്തിക്കുന്നവര് പക്ഷേ യൂറോപ്യൻ കൺട്രി തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ നേഴ്സുമാര് ഇന്ത്യയിൽ വർക്ക് ചെയ്താലും ദുബായിൽ വർക്ക് ചെയ്താലും ഏത് GCCയിൽ അല്ല എവിടെ ആയിക്കോട്ടെ വർക്ക് ചെയ്താലും യൂറോപ്പിൽ വർക്ക് ചെയ്താലും യു ആർ ഡൂയിങ് സംഹൗ സെയിം ഡ്യൂട്ടി. പക്ഷെ നീ ചെയ്യുന്ന അവർലി പേ ഭയങ്കര വ്യത്യാസമായിരിക്കും, നിനക്ക് കിട്ടുന്ന റെസ്പെക്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതുപോലെ നിനക്ക് കിട്ടുന്ന നോളജും നിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ക്വാളിറ്റിയും കുറെ വ്യത്യാസങ്ങളുണ്ടാവും യൂറോപ്യൻ കൺട്രിയിൽ. ഇത് മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു അസറ്റ്. ഓക്കെ, പ്രൊഫഷണലി ഏറെക്കുറെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നെക്സ്റ്റ് ജനറേഷന് യു മേ ബി ഇൻവെസ്റ്റിംഗ് സംതിങ് ബെറ്റർ ദാൻ ദ കറന്റ് പ്ലേസ്. ഓക്കെ, അവരുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അവർ കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികളും അവിടുത്തെ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം, IAS പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ പാസ്സാവും, അവിടുത്തെ പിള്ളേർ പാസ്സാവത്തില്ല. ഒരിക്കലും പാസ്സാവത്തില്ല. ഇപ്പൊ എന്റെ പിള്ളേരുടെ 7th 8th പഠിക്കുന്ന പിള്ളേരുടെ ഒരു സിലബസും ഇവിടുത്തെ 7, 8 സിലബസും നോക്കി കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഭയങ്കര സ്ട്രെസ് ആണെന്ന് ഞാൻ പറയത്തില്ല ഇവിടുത്തെ പിള്ളേർ പഠിക്കുന്നത്. അവർക്ക് ലിമിറ്റഡ് ആണ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികം ഹോംവർക്കും കാര്യങ്ങളും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി
അവിടുത്തെ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനായി രൂപപ്പെടുത്ത രീതിയിൽ ആ സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് എവറിത്തിങ് എവിഡൻസ് ബേസ്ഡ് ആണ്. കുഞ്ഞുങ്ങൾ അവരെ ക്രിട്ടിക്കലി അവർ തിങ്ക് ചെയ്യും. അവരുടെ ആൻസർ, അവർക്ക് സംശയങ്ങൾ എല്ലാത്തിനും അവരുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഐ ഹാവ് ടു സേ ലൈക്ക് ദിസ്, വൈ ഹാവ് ടു ഡു ദിസ്. അതിനെല്ലാത്തിനും ആൻസർ കണ്ടെത്തി അവർ മുന്നോട്ട് പോകത്തുള്ളൂ. അവരുടെ കരിയർ അവർ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും ഒരാളുടെയും ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും അവർ. ഒരിക്കലും ഒന്നിലും ഡിപെൻഡന്റ് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെ ജനിക്കുമ്പോൾ തന്നെ ഇവനൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ന്യൂസിലൻഡിൽ ഉണ്ടോ? അല്ല, കേരളത്തിലും പൊതുവെ ആ കാഴ്ചപ്പാട് മാറി തുടങ്ങിയിട്ടുണ്ട്. കമ്പാരിസൺ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സംഹൗ ഈവൻ എല്ലായിടത്തും മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മൾ ചില സമയങ്ങളിൽ കമ്പയർ ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ കൂടി ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും കാണാനുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ കൂടി കുട്ടികളെ അധികം രീതിയിൽ നീ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് വളർത്തുന്ന രീതി പൊതുവെ കുറവാണ്. പ്രഷർ കൊടുക്കുന്നതും കുറവ് തന്നെയാണ്. പക്ഷെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഫ്രീഡം ഉണ്ട്. അവരുടെ ടീച്ചേഴ്സ് അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ദെയർ ഓൺ റൈറ്റ്സ് ബേസിക്കലി. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ കരിയർ അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് വലിയ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. അവരുടെ വർക്കുകളും അവരുടെ ഡിസിഷൻ മേക്കിങ്ങും ദേ ഹാവ് ദെയർ ഓൺ പ്ലാൻ. എല്ലാത്തിലും അവർക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാവും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റും അതിനൊരു സിസ്റ്റം അവിടെ ഉണ്ട്. തീർച്ചയായും കോമ്പറ്റീഷൻസ് പൊതുവെ കുറവാണ്. ഈ ഒരു ജനറേഷനിൽ കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ കൂടി കാരണം ലിമിറ്റഡ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. മക്കളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ ഈ മലയാളം എത്രത്തോളം സംസാരിക്കും? നന്നായിട്ട് മലയാളം സംസാരിക്കാറുണ്ട് മക്കൾ? എന്റെ വീട്ടിൽ ഒബ്വിയസ്ലി നമുക്ക് കൂടുതലും മലയാളം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മലയാളം തന്നെയാണ് സംസാരിക്കാറുള്ളത്. ബട്ട് എന്നിരുന്നാൽ കൂടി ഞാൻ ഒരേ കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കാറുണ്ട്. അവരുടെ കൾച്ചർ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഒരു പൊളൈറ്റ്നെസ്, അവരുടെ ആ ഒരു അപ്രോച്ച്, മറ്റുള്ളവരുടെ റെസ്പെക്ടുള്ള അപ്രോച്ച്, ഇതെല്ലാം തന്നെ നമ്മൾ കുറച്ച് പഠിക്കുന്നത് അവരുടെ തന്നെയാണ്. പിന്നെ ഓണസ്റ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ ഏറ്റവും കൂടുതൽ അർത്ഥം ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡിൽ ചെന്നിട്ടാണ്. നമ്മൾ കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങളെ കാണണം. നമുക്ക് പറയാനുള്ള നമ്മൾ പറയുക, വ്യക്തിപരമായ ആശയങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുക. ബി ട്രാൻസ്പെറന്റ്, ബി ഓണസ്റ്റ്. അതാണ് ഏറ്റവും കൂടുതൽ വലിയ വാല്യൂ കൊടുക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ അതിനകത്ത് പെയിൻ ഉണ്ടായാൽ പോലും വി വിൽ ബി സാറ്റിസ്ഫൈഡ്. അപ്പൊ നേരത്തെ സംസാരിച്ച പോലെ ലൈക്ക് 10,000s ഓഫ് നഴ്സസിന് ഒരേ സമയത്ത് അവരുടെ കരിയറിൽ കുറെ ചേഞ്ചസ് വരുത്തിയ ഒരാളാണ്. ഇനി ഇന്ത്യയിൽ ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ പദ്ധതികളോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യാത്ത ആളായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ച ആളല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നല്ല ഫാമിലി ഉണ്ടാക്കണം. എൻ്റെ ഫാമിലിയെ ഞാൻ സ്ട്രോങ് ആയിട്ട്, ഞാൻ അനുഭവിച്ച ചലഞ്ചസ് എൻ്റെ ഫാമിലിയിൽ ഒരാൾക്കും ആ ഒരു നെക്സ്റ്റ് ജനറേഷനിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കണം എന്ന് മാത്രമാണ് ചിന്തിച്ചത്. ഞാൻ ആദ്യം ബോംബെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സക്സസ് ആയെന്ന് വിചാരിച്ചു. പക്ഷെ ബോംബെയിൽ നിന്ന് ഞാൻ ദുബായിൽ എത്തിയപ്പോൾ ഞാൻ ഓക്കെ, ദിസ് ഈസ് ബെറ്റർ, ഇതിനും മണ്ടയ്ക്ക് ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു. ന്യൂസിലൻഡിൽ കഴിഞ്ഞ് അവിടെ ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഐ എം കംപ്ലീറ്റ്ലി സെറ്റിൽഡ്, ഇതിനും വലുതായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു. അറിയാലോ, മൈൻഡ് സൊല്യൂഷൻസ്. സോ അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ ഒരുപാട് ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നേഴ്സുമാർക്ക് വേണ്ടി ആ സമയത്ത് നമ്മൾ ചെയ്തു. എല്ലാ രീതിയിലും നമ്മളത് വളരെ ലീഗലി പ്രൊട്ടക്ട് ആവുന്ന രീതിയിൽ ആ സമയത്ത് ഒരുപാട് ചലഞ്ചസ് അനുഭവിച്ചു. ആ ചലഞ്ചസിൽ കൂടെ ഞാൻ പഠിച്ചു. ആ ചലഞ്ചസിന് ശേഷം ഞാൻ ഇലക്ഷന് നിന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണലിയും വ്യക്തിപരമായിട്ടും ചലഞ്ചസ് നേരിട്ടു. എന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി, അക്കൗണ്ട് എടുത്തിട്ട് പോയി, അതിനകത്തെല്ലാം എന്റെ ഇലക്ഷൻ പോസ്റ്ററുകൾ വരുന്നതിന് എല്ലാ അടിയിൽ ആൾക്കാർ കമന്റ് ചെയ്ത് തുടങ്ങി. എനിക്കെതിരെ ഇമെയിലുകൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പോയി തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ആൾക്കാരുടെ ഇമെയിലിനെ നമുക്ക് എത്ര പേരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? അയച്ചുകൊണ്ടായിരുന്നു. ഞാൻ പിന്മാറിയില്ല. ഞാൻ ഇലക്ഷന് നിന്നു. എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു 7,000 വോട്ട്, 7,000 8,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ഒന്നാമനായിട്ട് ഇലക്ഷൻ ജയിച്ചു. ഇപ്പം 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് കൗൺസിലിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മുടേതായ ഒരു വ്യക്തി പ്രാധാന്യം നമ്മളവിടെ കൊടുത്തു, സജഷൻസ് കൊടുത്തു, ആൻഡ് ദേ റെസ്പെക്റ്റഡ്. ഞാൻ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു വേർതിരിവും അവിടെ കിട്ടിയിട്ടില്ല. എൻ്റെ എല്ലാവിധമായ കാര്യങ്ങളും ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തിട്ട് എൻ്റെ മീറ്റിങ്ങിൽ മൈഗ്രേറ്റ് നേഴ്സസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മൾ എല്ലാ രീതിയിലും കൊടുത്തു. ഇപ്പം നിലവിലെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൗൺസിലിനും അറിയാം, എല്ലാ ആൾക്കാരും അത് അറിയുന്നു. ഓരോ ഗവൺമെന്റും വരുന്നു, അവരത് സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവന്ന് ഇതിനെ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും നോക്കുന്നുണ്ട്. മേ ബി ഇൻ ഫ്യൂച്ചർ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നേഴ്സിങ്ങിന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ബട്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് എന്ന സംശയമില്ല. പക്ഷേ നമ്മുടെ ഇമിഗ്രേഷൻ
ഈ പറഞ്ഞതുപോലെ തന്നെ Policies. ഇമിഗ്രേഷന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ബുദ്ധിമുട്ടുണ്ട്, പല കാര്യങ്ങളുണ്ടാവാം. സോ ദേ വിൽ ഫിക്സ് ഇറ്റ് ആക്ച്വലി. നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലത്. Okay. പക്ഷേ ഒരിക്കലും നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ പഠിച്ച നേഴ്സിംഗ് പഠിക്കുമ്പോൾ തുടങ്ങി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് പേഷ്യൻസ് വേണം. ഞാൻ ഈ നേഴ്സിംഗിൽ ആകെ മനസ്സിലാക്കിയ ഒരു കാര്യം പേഷ്യൻസ് വേണം. നേഴ്സിംഗ് പഠിച്ചു ഞാൻ 2009 നേഴ്സിംഗ് പഠിച്ചിറങ്ങിയതിന് ശേഷം Okay. 2010 ആദ്യത്തോടു കൂടി എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. 2010 ജോലിക്ക് കയറിയിട്ട് ഞാൻ 3 വർഷം 3-4 വർഷം ബോംബെയിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. Okay. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ആ സമയത്ത് ഒരുപാട് ഇന്റർവ്യൂസ് വന്നു. കുവൈറ്റിലോട്ടൊക്കെ 20-25 ലക്ഷം കൊടുത്ത ആൾക്കാർ പോയി തുടങ്ങി. എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം വി ആർ നോട്ട് അഫോർഡബിൾ ഫോർ ദാറ്റ്. Right. എന്റെ ടൈമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. Right. ഞാൻ എന്നിട്ട് വിസിറ്റ് വിസയിൽ ദുബായിക്ക് പോകേണ്ടി വന്നു. കാരണം എൻ്റെ വൈഫിന് അവിടെ ജോലി കിട്ടി. അപ്പൊ ഞാൻ അവളെ കാണാൻ വിസിറ്റ് വിസയിൽ അവിടെ പോയി. അവിടെ ചെന്ന സമയത്ത് ഞാൻ അവിടുത്തെ DH എക്സാം എഴുതി. Okay. എക്സാം എഴുതി എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ പുള്ളി എന്നെ വിളിച്ചു, നീ വാ കാത്തലാബല്ലേ, ഞങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഉണ്ട്, കയറണമെന്ന് ചോദിച്ചു. Okay. അങ്ങനെ ഞാൻ എക്സാം എഴുതി പാസ്സായി. ഞാൻ എന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ടാണ് അവരെനിക്ക് വർക്ക് വിസ അയച്ചു തരുന്നത്. Okay. എൻ്റെ സ്റ്റാർട്ടിങ് വളരെ ചെറിയ സാലറിയിലാണ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ വൈഫിന്റെ പകുതിയുടെ പകുതി സാലറി ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതെ. ഞാൻ അവിടെ എൻ്റെ വർക്ക് ആ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു ഇൻക്രിമെന്റ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇൻക്രിമെന്റ് ആയി. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് ഡബിൾ സാലറി ഒരു ഓഫർ ചെയ്തു. Okay. വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറി. അവിടെ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടുപേരും ഗവൺമെന്റിൽ. ഞാൻ ഗവൺമെന്റിലോട്ട് മാറി. അവിടുത്തെ ഷാർജയിലെ വൺ ഓഫ് ദ ഫേമസ് ഹോസ്പിറ്റലിലോട്ട് ഞാൻ മാറി. സോ രണ്ടുപേരും, എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് ദുബായ് ഗവൺമെന്റ്, ഞാൻ ഷാർജ ഗവൺമെന്റ്. എല്ലാവരും പറഞ്ഞു നിങ്ങൾ രണ്ടും ഇനി ഒന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ നിൽക്കണം, ഇവിടെ നിന്നെങ്കിലും പറഞ്ഞു. പക്ഷേ നമ്മൾ വീണ്ടും വിചാരിച്ചു വൈനോട്ട്, കുഞ്ഞുങ്ങളൊക്കെ ആയല്ലോ, ഇനിയിപ്പം പുറത്തെവിടെങ്കിലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാം, ബെറ്റർ ഓപ്പർച്യൂണിറ്റി. Right. Right. എവിടെ എന്താണ് നമുക്കും അറിയത്തില്ല. എല്ലാവരും പോയ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ലാംഗ്വേജ് OET പഠിക്കാൻ ശ്രമിച്ചു. രാവിലെ തുടങ്ങി പഠിത്തം OETക്ക് വേണ്ടി. അന്നാണ് നമ്മൾ ലാംഗ്വേജിന്റെ ചലഞ്ചസ് മനസ്സിലാക്കിയത്. പക്ഷേ ആദ്യം എഴുതി കിട്ടുന്നില്ല, രണ്ടാമത് എഴുതി കിട്ടുന്നില്ല, മൂന്നാമത് എഴുതി കിട്ടുന്നില്ല. ഇങ്ങനെ പല പ്രാവശ്യം എഴുതിയപ്പോഴും നമ്മൾ നിർത്തിയില്ല. സോ നമ്മുടെ ഫോക്കസ് നമ്മുടെ പല ആൾക്കാരും പറഞ്ഞു നിനക്ക് വട്ടാണോ, ഇത്രയും കാശ് നിനക്ക് കിട്ടുന്നുണ്ട്, ഇനിയും ആക്രാന്തമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്തൊരു കരിയർ സ്റ്റെപ്പ്, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. 2018 ഞങ്ങൾ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ആയി. 2019 നമ്മൾ ന്യൂസിലൻഡിൽ വരാനുള്ള പ്ലാൻ ഇട്ടു. 2020 ജാനുവരിയിലാണ് ഞങ്ങൾ ന്യൂസിലൻഡിൽ എത്തുന്നത്. ന്യൂസിലൻഡിൽ എത്തിയ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് പല രീതിയിൽ പല ബുദ്ധിമുട്ടുകൾ ഈ പേപ്പർ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും 1 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ ഒരു ക്യാമ്പിന്റെ അഡ്മിഷനൊക്കെ അതിന് വേണ്ടിയിട്ട്. അത് ഞാൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അതിനുശേഷം ക്യാമ്പിന്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കി ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഡിഫിക്കൽട്ടി ആണുള്ളത്. അപ്പം ന്യൂസിലൻഡ് നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത് പെട്ടെന്ന് ഒരിടത്തോട്ട് വന്നു കഴിയുമ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ചസ് ലൈഫിൽ ഒരുപാട് മാറ്റി. കുഞ്ഞുങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി, കോവിഡ് വന്നു, അതിന്റെ ബുദ്ധിമുട്ടുകൾ. ആ സമയത്ത് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങിക്കൂടാ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ക്ഷമ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു, പേഷ്യൻസ് എന്നുള്ള ക്ഷമ. സ്വപ്നം കാണുക എത്രത്തോളം നിർബന്ധമാണ് ഒരു വ്യക്തി? കാരണം പറഞ്ഞിരുന്നു ഇത് മതി, ഷാർജയിലാണ്, നിങ്ങൾ ദുബായിലാണ്, ഇത് മതി, ഇതിനപ്പുറത്തേക്ക് വേണ്ട. എന്നാൽ താങ്കൾ സ്വപ്നം കണ്ടു ഇനിയൊരു ബെറ്റർ ലൈഫിന് വേണ്ടി. സോ ആ സ്വപ്നം കാണൽ എത്രത്തോളം നിർബന്ധമാണ് ഓരോ വ്യക്തിക്കും? നമ്മൾ കുന്നോളം സ്വപ്നം കണ്ട കല്ലോളം നമ്മുടെ കൈ കിട്ടും. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു സൈക്കിൾ മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കൊച്ചുനാളിൽ. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഒരു കാർ മേടിക്കണം എന്നുള്ള ഞാൻ സ്വപ്നമേ കണ്ടിട്ടില്ല. കാരണം സൈക്കിളായിരുന്നു അന്നത്തെ എന്റെ കാലത്ത് ഏറ്റവും വലിയ സ്വപ്നം. ദുബായിലെത്തി കാർ മേടിച്ച സമയത്ത് എനിക്ക് ഒരു വീട് ഉണ്ടാക്കണമെന്നായിരുന്നു സ്വപ്നം. ഒരു വീട് വെച്ച് കഴിഞ്ഞപ്പോൾ സ്വപ്നങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്. പക്ഷെ ഇന്ന് എനിക്ക് ഇന്ത്യയിലും കാറുണ്ട്, ന്യൂസിലൻഡിലും കാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിയുമ്പോഴും നമുക്ക് മുന്നോട്ട് ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മളൊരു ഡിസിഷൻ എടുക്കുക, ഇത്രയാത്തോണ്ട് നിർത്തണോ, ഇനി മുന്നോട്ട് നീങ്ങണോ? ഒരുപാട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. നമ്മൾ ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ടതേ കാര്യമുണ്ട്. ഒരു നേഴ്സുള്ള നിലയിൽ എനിക്ക് ഒരുപാട് പ്രൊഫഷണലി ആണെങ്കിലും എന്റർപ്രണർഷിപ്പിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ന്യൂസിലൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അടുത്തൊരു സ്റ്റേജിലോട്ട് നീങ്ങുകയാണ്. ഞാനിപ്പം കൗൺസിലിൽ 3 വർഷം കൗൺസിലിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറി നിൽക്കുമായിരുന്നു. കൗൺസിലിൽ നിന്ന് ഇറങ്ങി. ഇനി കൗൺസിലിൽ നിന്ന് ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്നെ അടുത്ത് നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഒരുപാട് ഹൃദയങ്ങളിൽ ടച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. കൗൺസിലിൽ ഇരിക്കുന്ന സമയത്തും അതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെറിയതും വലുതുമായിട്ട് നേഴ്സുമാർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഇന്നും സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ നേഴ്സ് ജീവിതചേട്ടനല്ലേ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഫാൻ ഫോളോയിങ് തന്നെ ഉണ്ടെന്ന് പറയാം. എന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇലക്ഷൻ ജയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും ഞാൻ എന്താണോ ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെ എന്താണോ എന്നെ അറിയാവുന്ന കുറച്ച് നേഴ്സുമാർക്ക് ചെയ്തു കൊടുത്തത് അത് മാത്രമാണ് അന്നും ഇന്നും എന്റെ ഇൻവെസ്റ്റ്മെന്റ്. എനിക്കെതിരെ എത്ര പേര്
ഫേസ്ബുക്കിൽ ഇട്ടാലും എത്ര പേര് സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞാലും അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടൊന്നുമില്ല ഒബ്വിയസ്ലി. ബട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഇലക്ഷൻ വന്ന സമയത്താണ് ആദ്യം റിഫ്ലക്ട് ചെയ്തത്. എന്നിരുന്നാൽ കൂടി എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ നന്മ അനുഭവിച്ച ഒരു കൂട്ടം നേഴ്സുമാരുണ്ട്. അവര് അതിനടിയിൽ വന്ന് തിരിച്ചു പറയും, ഐ നോ ദിസ് ഗൈ, ഐ നോ ദിസ് പേഴ്സൺ ബിക്കോസ് വി ഗ്രോഡ് അപ്പ് ഇൻ എവറിത്തിങ് ഫ്രം ദ ഫയർ. അപ്പൊ നമ്മൾ തീയും കടലും എല്ലാം കടന്ന് എത്തിയ ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചലഞ്ചസ് ഓവർകം ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ആണ്. അതാണ് എന്റെ ത്രില്ല്. പ്രോബ്ലംസ് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എവിടെയാണെങ്കിൽ തന്നെ ഓരോ പ്രോബ്ലംസിൽ നിന്നും നമ്മളത് പഠിക്കുക, പിന്നീട് അടുത്തൊരു പ്രോബ്ലത്തിൽ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ട്രൂ ഓൺടർപ്രന്യൂറിന്റെ ഒരു വാചകമാണത്. ലൈക് പ്രോബ്ലംസ് ആഗ്രഹിക്കുന്നത്. സാധാരണ ഒരു വ്യക്തി ഒരിക്കലും പ്രോബ്ലംസ് ആഗ്രഹിക്കില്ല. പക്ഷെ ഇവിടെ പ്രോബ്ലംസിനെ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതിന് ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്തിട്ട് അത് നമുക്ക് അനുകൂലമായി ആക്കും, ഫേവറബിൾ ആക്കും. ഇറ്റ്സ് എ വണ്ടർഫുൾ കാര്യമാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ കോവിഡ് ആയിരുന്നു. കോവിഡ് എല്ലാവർക്കും ഒരു പ്രോബ്ലം ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനുശേഷം ക്യാപ്പ് ക്ലോസ് ആയി ഓസ്കി വന്ന സമയത്തും അതും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ കാണുന്നത്. എല്ലാം കൊണ്ടും ക്വാളിറ്റി ഓഫ് നേഴ്സസ് ആക്ച്വലി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ആ ക്വാളിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് കൗൺസിൽ ആണെങ്കിൽ പോലും പുതിയ ചേഞ്ചസ് കൊണ്ടുവന്നത്. ഓസ്കി കാരണം ഇന്നിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നേഴ്സസ് ഒരുപാട് പേര് ന്യൂസിലൻഡ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ജോലി കിട്ടുന്നു, കുറച്ച് പേര് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. ബട്ട് ഒരിടത്തല്ല വേറിടത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്നല്ലെങ്കിൽ നാളെ അച്ചീവ് ആവും. ഒരിക്കലും അത് മറ്റുള്ള കൺട്രികളിൽ പോലെ ഒരു സമയം കൊണ്ട് ഇത് എക്സ്പയർ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് ദൈവകൃപയാൽ അവർക്ക് ഉടനെ തന്നെ എല്ലാ ആൾക്കാരും സെറ്റിൽ ആവട്ടെ, ഫാമിലി ആയിട്ട് സെറ്റിൽ ആവട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് പേഷ്യൻസ് വേണം. എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ച ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഫസ്റ്റ് നോക്കിൽ കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പം 10 ആയിരിക്കും, 12 ആയിരിക്കും, ചിലപ്പോൾ 99 ആയിരിക്കും. 100 നോക്ക് ചെയ്യാൻ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുട്ടിക്കൊണ്ടേ ഇരിക്കുക. എനിക്ക് തുറക്കേണ്ട വാതിൽ എന്റെ സമയം തുറക്കും. മറ്റവൻ എന്തുകൊണ്ട് തുറന്നു, എനിക്ക് എന്തുകൊണ്ട് തുറന്നില്ല എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ആ കമ്പാരിസൺ നമ്മൾ മാറ്റി വെച്ചിട്ട് യു ഫോക്കസ് ഓൺ യുവർ സെൽഫ്. യു ഹാവ് ദ ടൈം, റൈറ്റ് ടൈം വിൽ കം ഓൺ റൈറ്റ് ടൈം ഫോർ ദ റൈറ്റ് പേഴ്സൺ. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാനും കരുതുന്നു. അത് ഞങ്ങളുടെ വ്യൂവേഴ്സും അങ്ങനെ തന്നെ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. സാറിൻ്റെ ഹംബിൾ സ്റ്റാർട്ടിങ് നിന്ന് ഇന്നുള്ള ആ ഒരു പൊസിഷനിലേക്കുള്ള യാത്ര, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ us. പല കാര്യങ്ങൾ അറിയാൻ പറ്റി, സാറിൻ്റെ സ്ട്രഗിൾസിനെ പറ്റി അറിയാൻ പറ്റി. ഇനി പുറത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതൊരു മാതൃകയായിട്ട് കണ്ടിട്ട് അവരുടെ ലൈഫിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഐ എം വൈൻഡിങ് അപ്പ് ദ സെഷൻ. സർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. താങ്ക് യു. പനവേലി എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ നിങ്ങളുടെ ഈ ഒരു ചെറിയ സംരംഭം ഒരുപാട് വിജയത്തിലോട്ട് എത്തിച്ചേരട്ടെ. ഈ ഗ്രാമത്തിൽ നിന്ന് വളരെ വലിയ വലിയ സിറ്റികളിലോട്ട് ഇത് വീണ്ടും എത്തിപ്പെടട്ടെ. നേഴ്സുമാരോട് കാണിച്ച ഈ സ്നേഹത്തിനും കരുതലിനും, നേഴ്സുമാരിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്ത് ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ വിളിച്ചതിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.